എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിലെ ചമയവിളക്കിന് പോയി ട്രാൻസ്ജെൻഡേഴ്സുമായിട്ട് കമ്മിറ്റിക്കാരുടെ ഒരു വഴക്കിനെ പറ്റിയാണ്. അത് ആദ്യമേ തന്നെ പറയാം, ആ അമ്പലം ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ളതല്ല. പക്ഷെ വർഷങ്ങളായിട്ട് ട്രാൻസ്ജെൻഡേഴ്സ് അവിടെ പോയി നല്ല സാരിയും അതും ഇതൊക്കെ എടുത്ത് നമ്മളും കാണാറുണ്ട്. നല്ല ഭംഗി, പെൺകുട്ടികളെ സ്ത്രീകളെ മാറ്റി നിർത്തുന്ന സൗന്ദര്യമൊക്കെ കണ്ട് നമ്മളും ആസ്വദിക്കാറുണ്ട്. പക്ഷെ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല അലമ്പാണ് അവിടെ നടന്നത്. അപ്പോൾ കമ്മിറ്റിക്കാരും ട്രാൻസ്ജെൻഡേഴ്സും തമ്മിൽ കയറി തൊഴാൻ സമ്മതിക്കാതെ ഒക്കെ ആയിട്ട് കുറച്ച് നേരം നിങ്ങൾ പുറത്തു പോ. നിന്റെ കുടുംബമാവലാണ് ഇത്, നിന്റെ കുടുംബമാവലാണ് ഇത്, നിന്റെ കുടുംബമാവലാണ് ഇത്. വിളക്കൊക്കെ തൊഴാൻ പോണെന്ന് ഈ വേഷത്തിലാണ്. പിന്നെ ഞാൻ പിന്നെ എന്റെ അടുത്ത് ഈ വേഷത്തിൽ വിളക്കെടുക്കണം ചോദിക്കേണ്ട കാര്യം എന്തിനായി? എനിക്ക് വിളക്കില്ല, എനിക്ക് തൊഴണം. അമ്പലത്തിൽ എന്ത് കുഴപ്പം? എനിക്ക് അമ്പലത്തിൽ തൊഴണം. എനിക്ക് വിളക്കില്ലടാ, എനിക്ക് വിളക്കില്ല, എനിക്ക് തൊഴണം. എന്ത് കുഴപ്പം? എന്ത് നീ വിളക്കില്ലാത്തവരെ തൊഴിലിക്കൂല ഇവിടെ? നീ ആരുടാ? നീ അമ്പലത്തിൽ കയറി നീ ആരുടെ ഈ വേഷം ഈ എനിക്ക് ഞാൻ പിന്നെ ഏത് വേഷത്തിൽ ഞാൻ ഏത് വേഷത്തിൽ നീ മുണ്ടുകൊടുപ്പ് ഞാൻ എന്റെ മുണ്ടുകൊടുത്തിട്ടുണ്ട്. ഞാൻ പോയി തൊഴാം. നീ കാര്യം മാന്യമായിട്ട് സംസാരിക്കാൻ പഠിക്കണം. ഈ മീഡിയ പാസുകാരൊക്കെ പുറത്തിറക്കി. ഇതുകൊണ്ടാണ് ഈ മീഡിയ പാസിനകത്ത് തരാത്തത്. നിങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് ആൾക്കാർക്ക് തൊഴാൻ കാണുമ്പോൾ പുറത്തേക്ക് പോകും എന്നൊക്കെ പറഞ്ഞ് ആട്ടി കണ്ണ് പൊട്ടിച്ച് വിടുന്ന പോലെയാണ് കമ്മിറ്റിക്കാർ വിടുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് കാണുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും. എന്നാൽ അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട് താനും. കേൾക്കുമ്പോൾ ഫസ്റ്റിലെ കാണുമ്പോൾ വിഷമം തോന്നുമെങ്കിലും അതേപ്പറ്റി കൂടുതൽ അറിയുമ്പോൾ കമ്മിറ്റിക്കാരുടെ ഭാഗത്തും ചില ന്യായങ്ങളുണ്ട്. ഇതിൽ കൂടുതൽ ഈ ഒരു ചമയവിളക്ക് എന്നുള്ളതൊരു ഭക്തി, വളരെയധികം ഭക്തിയോടെ സാധാരണക്കാര്, അതിപ്പോ പൊങ്കാലയാണേലും അതെ, പൊങ്കാലയ്ക്ക് രണ്ടു ദിവസം മുന്നേയൊക്കെ വഴിസൈഡിൽ വന്ന് വെയിലും കൊണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് കിടക്കുന്ന സ്ത്രീകൾ കേരളത്തിന്റെ പല ഭാഗത്തു നിന്ന് വന്ന് ഭക്തി കൊണ്ട് കിടക്കുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോൾ കുറെ സെലിബ്രിറ്റീസ് അവിടെ പോയി അന്നാരാജനെയൊക്കെ പോലെ ശരീരഭാഗങ്ങളും കാണിച്ചു നിൽക്കും. അവരെയും പറയാം, ബാക്കി മീഡിയക്കാരെയാണ് പറയേണ്ടത്. അതേപോലെ തന്നെയാണ് ഇവിടെ സംഭവം. ഇവര് വരുന്നു ചമയവിളക്കിന്റെ അന്ന്, ഇവരെ ഇന്റർവ്യൂ ചെയ്യാനും ഇവരുടെ കൂടെ സെൽഫി എടുക്കാനും നയൻതാരയെ പോലെ ഉണ്ടെന്ന് പറയാൻ ഇതിനെല്ലായിട്ട് മീഡിയക്കാരോട് ഈ മീഡിയക്കാർ ഇവരോട് കൂടുമ്പോഴത്തേക്കിന് ആ അമ്പലത്തിന്റെ ആ പവിത്രത, ആ ചടങ്ങിന്റെ പവിത്രത അവിടെ പോവുകയാണ് ചെയ്യുന്നത്. അതാണ് കമ്മിറ്റിക്കാര് ഇത്രയധികം ചൂടാണ്. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് തൊഴണം, അല്ലെ അവിടുത്തെ കൊറ്റംകുളങ്ങര ദേവിയാണ് ഇവർ വിശ്വസിക്കുന്നതെങ്കിൽ അല്ലാത്ത സമയത്ത് പോയി ഇവർക്ക് തൊഴാം. ഈ ഒരു ചമയ വിളക്ക്, ആ ഒരു ദിവസത്തിന്റെ ഐതിഹ്യം ഇവരൊന്നും മനസ്സിലാക്കാതെ ഇവർ അന്ന് തന്നെ തൊഴണമെന്നും പറഞ്ഞു എനിക്ക് വിളക്കില്ല, എനിക്ക് തൊഴാൻ പറ്റില്ല എന്നൊക്കെ ചോദിക്കുന്നത് ധാർഷ്ട്യത്തോടെ ഇവർ ചോദിക്കുന്നുണ്ട്. അതിന്റെ ഐതിഹ്യങ്ങളെ പറ്റി ഒന്നും അറിയാൻ വയ്യാണ്ടാണ് ഈ കൊറ്റംകുളങ്ങര കൊറ്റൻ എന്ന് പറഞ്ഞാൽ തന്നെ ഈ തേങ്ങായ്ക്കകത്തെ കൊപ്ര ഉണ്ടല്ലോ, അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ പണ്ട് കള്ളിയങ്കാട്ട് നീലിയൊക്കെ പറയുന്നില്ല, ഇന്ന് കള്ളിയങ്കാട്ട് നീലി വനം, അന്ന് വനമാണ്. ആ വനം ഒന്ന് തിരുവനന്തപുരത്ത് ടൗൺ ആയിട്ടുള്ള സ്ഥലമല്ലേ. അതേപോലെ അന്നെല്ലാം കേരളം മൊത്തം കാടാണ്. അന്ന് പശുവിനെ മേയ്ക്കാൻ, ആടിനെ മേയ്ക്കാൻ എന്നൊക്കെ പറഞ്ഞ് കാട്ടിലേക്കാണ് ആൾക്കാർ പോകുന്നത്. അങ്ങനെ കുറെ ബാലന്മാര് എല്ലാ അമ്പലത്തിനും, ഇപ്പൊ ചോറ്റാനിക്കര അമ്പലത്തിന്റെ ഐതിഹ്യം എടുത്താലും എല്ലാം ഇങ്ങനെ കാടിന്റെ അകത്തെ ഒരു കാര്യം. അപ്പൊ അവര് കാട്ടിലേക്ക് ആടിനെയോ പശുവിനെയൊക്കെ മേയ്ക്കാനായിട്ട് പോയപ്പോ ഒരു ഉണക്കത്തേങ്ങ കിട്ടി. അതെടുത്ത് അവർ പൊട്ടിച്ചപ്പോൾ തേങ്ങാ വെള്ളമോ കൊപ്രയൊന്നും കിട്ടുന്നതിന് പകരം രക്തമാണ് കണ്ടത്. അപ്പൊ ആൺകുട്ടികളാണ് അത് ചെയ്ത. ആൺകുട്ടികൾ പേടിച്ച് വീട്ടിലോട്ട് ഓടി മാതാപിതാക്കളോട് ആ വിവരം പറഞ്ഞു. അപ്പം മാതാപിതാക്കൾ അന്നത്തെ കാലത്തുള്ള ഐതിഹ്യതകളിലൊക്കെ സാധാരണയുള്ള പോലെ പ്രശ്നം വെച്ച് നോക്കുന്നു. അപ്പം സ്വാത്വിക ഭാഗത്തിലുള്ള, അതായത് ശാന്തസ്വരൂപിയായ ഒരു ദേവി, അല്ലാതെ ദേവി ഭദ്രകാളിയുടെ ആ ഭാവമല്ല, ശാന്തസ്വരൂപിയായ ദേവിയാണ് ആ കൊപ്ര കിട്ടിയ സ്ഥലത്ത് അവിടെ അമ്പലം പണിയണം എന്നുള്ള ഒരു പ്രശ്നവിധി കാണുന്നു. അവിടെ അമ്പലം പണിയുന്നു. പിന്നെ അവിടെ കാടും ഭയങ്കര ഇതൊക്കെ ആയതുകൊണ്ട് സ്ത്രീകൾ തന്നെ നടക്കാനൊന്നും ഭയപ്പെടുന്ന കാലം. പണ്ട് നമ്മുടെ നാട് അങ്ങനെയായിരുന്നല്ലോ. അപ്പോൾ
അവിടെ അതിന് ആ ഒരു വിളക്കെടുക്കുന്ന ആ ഒരു ഐതിഹ്യമാണ്. അവിടെ പുരുഷന്മാരാണ് എടുക്കേണ്ടത്. അവിടെ ആ പോയിന്റ് കിടപ്പുണ്ട്. ആ പുരുഷന്മാരെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും പുരുഷന്മാരായിരിക്കണം. അതാണ് ആ ഐതിഹ്യത്തിൽ പറയുന്നത്. അപ്പൊ പൂർണ്ണമായിട്ടും പുരുഷനായിട്ടുള്ളവർ 40 ദിവസം അല്ലെ എത്ര ദിവസം വ്രതം എടുത്ത് വളരെ കഠിനമായ ശബരിമലയ്ക്കൊക്കെ പോകുന്ന പോലത്തെ വ്രതം, സസ്യാഹാരം കഴിക്കണം, ബ്രഹ്മചര്യം കാത്തു സൂക്ഷിക്കണം, വാക്കുകൾ പോലും സൂക്ഷിച്ച്, അതായത് തെറി പറയുക അങ്ങനെയൊന്നും ഇല്ലാതെ വളരെ ഭക്തിയോടുകൂടി വ്രതം എടുക്കണം. അതോടൊപ്പം ചിലരൊക്കെ കാര്യം പ്രാർത്ഥിച്ച് ദേവിയോട് പ്രാർത്ഥിച്ച് നേടിയതിന്റെ പ്രതിഫലമായിട്ട് അവിടെ പോയി വിളക്കെടുക്കും. അല്ലെ വിളക്കെടുക്കുന്നത് കാര്യസാധ്യത്തിന് വേണ്ടി വിളക്കെടുക്കും. അങ്ങനെയൊക്കെയുള്ള. പക്ഷെ ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ അത് അവരുടെ ബ്യൂട്ടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് അവരവിടെ പോയി ഈ പ്രദർശനം നടത്തുന്നത്. അവർക്കിത് ഐതിഹ്യമൊന്നുമല്ല, ഒരു പ്രശ്നമില്ല. ഇപ്പൊ സാധ്യ വന്ന അവരെ പറ്റി, ഹെൽദി സാധ്യ അവരെ പറ്റി ന്യായീകരിച്ച് പറയുന്നുണ്ട്. ന്യായീകരിച്ചോട്ടെ, കുഴപ്പമില്ല, അതും നമുക്ക് കേൾക്കാം. അത് അവരുടെ ഭാഗം, അവർക്കും അവകാശമില്ല ജീവിക്കാൻ ചോദിക്കുന്നു. പക്ഷെ ഈ ചമയവിളക്കിന്റെ അന്ന് തന്നെ ഈ അവകാശം തെളിയിക്കാനും ഈ സൗന്ദര്യം എല്ലാവരെയും കാണിക്കാനും വേണ്ടി ഒരു വേദിയായിട്ട് ഇവർ ഈ അമ്പലം തെരഞ്ഞെടുക്കുമ്പോൾ ഈ അമ്പലത്തിന് ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സിന്റെ അമ്പലം എന്നാണ് ഇപ്പൊ അറിയപ്പെടുന്നത്. അങ്ങനെ അറിയപ്പെടേണ്ട അമ്പലം അല്ലാതെ. അപ്പൊ സാധ്യ പറയുന്നു കേൾക്കാം. കൊച്ചംകുളങ്ങര ഉത്സവത്തിന്റെ കോൺട്രവേഴ്സീസ്. അവിടുത്തെ ഐതിഹ്യപ്രകാരം പുരുഷന്മാർ സ്ത്രീവേഷം ധരിച്ച് വിളക്കെടുത്ത് അമ്മയെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ കിട്ടിയ ചാൻസ് മുതലാക്കുക എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അങ്ങനത്തെ ഒരു സംഗതിയാണ് ഇപ്പം ഈ ഓൺലൈൻ മീഡിയക്കാർ പലരും അവിടെ പോയി യൂട്ടിലൈസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏറ്റവും കോമഡി ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിയാസന മമ്മിയുടെ അടുത്ത് പോയിട്ട് ഒരു സ്ത്രീ ആയിട്ടുള്ള വ്ളോഗർ ചോദിക്കുകയാണ് വേഷം കെട്ടി വിളക്കെടുക്കുന്നില്ലേ എന്ന്. എന്തൊരു മോശമാണ്, എന്തൊരു ആഭാസത്തിനാണ്. ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കൊച്ചുള്ള അമ്മയുടെ അടുത്താണ് പോയി ചോദിക്കുന്നത്. ഈ വെള്ളമടിച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന കമ്മിറ്റിക്കാർ, അവിടെയുള്ള കുറെ കമ്മിറ്റിക്കാർ അവർ തന്നെയാണ് ഈ മീഡിയ പാസ് ഓൺലൈൻ ചാനൽസിന് കൊടുക്കുന്നത്. അപ്പോൾ ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ട്രാൻസ് വുമൺ ആയിട്ടുള്ളവരൊക്കെ അവിടെ നിൽക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് ക്യാമറ ആയിട്ട് പോകുമ്പോൾ ഒരു ക്രൗഡ് ഉണ്ടാവുന്നു. അപ്പോൾ ആ ക്രൗഡിനെ നിയന്ത്രിക്കാൻ നോക്കാതെ ഈ ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാരെ ബുള്ളി ചെയ്യാനും അവരെ ഹറാസ് ചെയ്യാനും നിൽക്കുന്നത് വളരെ മോശകരമായിട്ടുള്ള കാര്യമാണ്. ആൻഡ് ഒട്ടുമിക്ക പൂരപ്പറമ്പുകളിലും കാണുന്ന കാഴ്ചകൾ ഇതൊക്കെ തന്നെയാണ്. മദ്യപിച്ചിട്ടുള്ള ആൾക്കാർ ലക്ക് ഇട്ടിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു, പോലീസുകാർ വന്ന് നിയന്ത്രിക്കുന്നു. ഇത് വൈ പർട്ടിക്കുലർലി കൊച്ചംകുളങ്ങര എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ട്. അപ്പം അവരെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കോണ്ടന്റ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിന് ഭയങ്കര റീച്ചാണ്. വിളക്ക് സമർപ്പിക്കാൻ വേണ്ടി മുൻ കാലങ്ങളിൽ വിളക്കെടുത്തിട്ടുള്ള ഒരുപാട് ട്രാൻസ് വുമൺ ആയിട്ടുള്ള ആൾക്കാർ, എസ്പെഷ്യലി ട്രാൻസ്സെക്ഷൽസ് പോകുന്നുണ്ട്. ദിവസത്തെ ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്യാൻ, ഉത്സവം അറ്റൻഡ് ചെയ്യാൻ, ഫെസ്റ്റിവലിനെ കളറാക്കുന്ന രീതിയിൽ അവരൊന്ന് അണിഞ്ഞൊരുങ്ങി ചെന്ന് അവരുടെ ഉള്ളിലെ സന്തോഷം അവിടെ പങ്കുവെച്ച് അവരുടെ ബ്യൂട്ടീനെ എൻഹാൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രശ്നമില്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് എന്താ പ്രശ്നം? ഇത് ഫെസ്റ്റിവലിനെ കളറാക്കുകയല്ല ചെയ്യുന്നത്. എന്തിനാണ് പുരുഷാംഗനന്മാർ വിളക്കെടുക്കുന്നിടത്ത് ട്രാൻസ് വുമൺ പോകുന്നത് എന്ന്? അവർ ഈ രാജ്യത്തെ പൗരന്മാരല്ലേ, അവർക്ക് ഒരു ദേവസ്വം ബോർഡ് കണ്ടക്ട് ചെയ്യുന്ന ഒരു ഉത്സവത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. സാധ്യ പറയുമ്പോൾ ശരിയാണ്. ഇവരുടെ സൗന്ദര്യം, ഇവർ ഒരുങ്ങി നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. പുരുഷന്മാരങ്ങോട്ട് മാറി നിൽക്കും, അത്ര നല്ല ഭംഗിയിലാണ് അവർ. പക്ഷെ ഇവർ പലരും സ്ത്രീകളാണ്, അതാണ് ഓർക്കേണ്ടത്. ഓപ്പറേഷൻ ചെയ്ത് സ്ത്രീ ആയതോ അല്ലെ അങ്ങനെയൊക്കെയാണ്. അപ്പൊ അവരാ ചടങ്ങ് മനസ്സിലാക്കുന്നില്ല അതെന്താണെന്നുള്ള, അല്ല അതിന്റെ ആ പവിത്രത അവിടെ പോവുകയാണ് ചെയ്യുന്നത്. അതവർ മനസ്സിലാക്കുന്നില്ല. സാധ്യയാണേലും പറയുമ്പോൾ അങ്ങനെയാണ്. പിന്നെ ഇതിനകത്ത് മറ്റൊന്ന് പറയാനുള്ള മീഡിയക്കാരുടെ അതിപ്രസരാണ്. ഇവരെ കണ്ടു കഴിയുമ്പോൾ ഇവരെ നയൻതാരയെ പോലെ ഇരിക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ചെന്ന് വീഡിയോ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. അപ്പൊ ഒരു സൈഡിലേക്ക് അങ്ങ് ഐതിഹ്യവും മാറി, ഭക്തിയും മാറി. ആ ഭക്തിയും ഇതുമെല്ലാം ആയിട്ട് യഥാർത്ഥത്തിൽ വരുന്നവർക്ക് തൊഴാനും എടുക്കാനും ഒന്നും പറ്റാത്ത ഒരു രീതി അവിടെ ഈ മീഡിയക്കാരും ഇവരോട് കൂടെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഇടയ്ക്ക് ഒരു ബ്ലോഗർ ഒരു വിവരദോഷം ചോദിച്ചത് പറയുന്നുണ്ട്. ബ്ലോഗർക്ക് എന്തോ ഒരു അബദ്ധം പറ്റിയത്. അതായത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ദിയാസനയോട് കയറി നിങ്ങൾ എടുക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ആ ചോദ്യം ദിയാസനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ദിയാസനയുടെ ഭാഗത്താണ് ന്യായം. കാരണം ദിയാസന പൂർണ്ണമായിട്ടൊരു സ്ത്രീയാണ്, രണ്ടാമതൊരു കൊച്ചുള്ളതാണ്. ആ ചോദ്യം ഈ വ്ളോഗർ ദിയാസനയെ പറ്റി കൂടുതൽ അന്വേഷിക്കാതെ ഒരു അബദ്ധത്തിൽ ചോദിച്ചതാണ് എനിക്ക് മനസ്സിലായത്. അതായത് ദിയാസന ട്രാൻസ്ജെൻഡേഴ്സിനെ ഇങ്ങനെ ഈ പ്രൊട്ടക്ട് ചെയ്ത് നടക്കുന്ന ഒരാളാണല്ലോ. നമ്മൾ അറിയത്തില്ലേ, നൂറ അവരുടെ വീട്ടുകാരുടെ വിഷയം, അങ്ങനെ പല വിഷയത്തില് ദിയാസന ഇടപെട്ട് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ചീത്ത കേട്ടാണെങ്കിൽ ഇവരുടെ ഈ വിഭാഗത്തിലുള്ള ഇവരുടെ പല കാര്യങ്ങളും ദിയാസന പരിഹരിച്ചല്ലേ അവരെ സംരക്ഷിച്ച് നിൽക്കുന്ന ഒരാളെന്നേ ഉള്ളൂ. പക്ഷെ ദിയാസന ട്രാൻസ്ജെൻഡർ അല്ല. അത് പക്ഷെ ഈ ചോദിച്ച ബ്ലോഗർക്ക് അറിയില്ലേ എന്ന് എനിക്കത് കേട്ടപ്പോൾ ഒരു സംശയം തോന്നി. പുള്ളിക്കാരത്ത് നേരെ ദിയാസനയോട് കയറി നിങ്ങൾ വിളക്കെടുക്കുന്നില്ലേ? ദിയാസന തിരിച്ചു ചോദിച്ചു, സ്ത്രീകൾ എടുക്കുന്ന വിളക്കാണോ ആണോ? അപ്പൊ ഇത് എന്ത് ചോദ്യമാണ് ഈ ചോദിച്ചതെന്ന് ചോദിക്കുന്നത്. അത് ബ്ലോഗറുടെ ഭാഗത്തെ 100% ബ്ലോഗറുടെ ഭാഗത്തെ തെറ്റാണ്. ആവശ്യമില്ലാത്ത ഒരു ചോദ്യമായിപ്പോയത്. ഇല്ല പക്ഷെ കൂടുതൽ ആൾക്കാർ വിളക്കെടുക്കാൻ വരുന്നുണ്ട്. ഇല്ല, പാടില്ല. അന്നത്തെ ദിവസം അണിഞ്ഞൊരുങ്ങി പോലും വരാൻ പാടില്ല. കുറെ പേര് വരുന്നുണ്ട്.
ഇല്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത് എന്താണ് എന്താ ചോദിച്ചേ? അതിന്റെ കാര്യമാണ് പറഞ്ഞത്. വിളക്കെടുക്കാവോ? സ്ത്രീകൾക്ക് വിളക്കെടുക്കാവോ? പാടില്ല. നിങ്ങൾ എന്താ എന്നോട് ചോദിച്ചാൽ ഞാൻ വിളക്കെടുക്കുന്നുണ്ടോ? അതിന്റെ കാരണമാണ് പറഞ്ഞത്. നിങ്ങൾ എന്നോട് എന്താ വിളക്കെടുക്കുന്നുണ്ടോ ചോദിച്ചത്? കാരണം പറയാൻ നിങ്ങൾ അനുവദിക്കുന്നില്ലല്ലോ, പറഞ്ഞോട്ടെ. അതിന്റെ കാരണമാണ് പറഞ്ഞത്. ഒരുപാട് പേര് ഇപ്പോൾ സ്ത്രീകൾ വേഷം കെട്ടിയിട്ട് ട്രാൻസ് ആയിട്ടുള്ള ഒരുപാട് പേര് വിളക്കെടുക്കാൻ വരുന്നുണ്ട്. വന്നത് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയാണ്. നിങ്ങൾ അങ്ങനെ ചോദിക്കരുത്. അതെന്റെ ജെൻഡറിന് ചോദ്യം ചെയ്യുന്ന പോലത്തെ ഒരു സാധനമാണ്. നിങ്ങൾ എന്തിനാണ് എന്റെ അടുത്ത് വന്നിട്ട് ഞാൻ വിളക്കെടുക്കുന്നുണ്ടോ ചോദിച്ചാൽ ഇതൊരു പുരുഷന്മാര് വിളക്കെടുക്കുന്ന ഒരു സ്ഥലമല്ലേ? അതെ മാഡം, ഒരു സ്ത്രീയായ എന്റെ അടുത്ത് നിങ്ങൾ ഞാൻ ഇന്നലെ ഈ കണ്ടന്റ് തന്നെ ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അല്ല, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മേലാണ് ഈ പുരുഷന്മാര് വിളക്കെടുക്കുന്ന സ്ഥലം ചോദിക്കുകയാണ് നിങ്ങൾ ഒറ്റംകുളങ്ങര ക്ഷേത്രത്തിന്റെ പവിത്രതയും ഈ ചമയവിളക്കിന്റെ പവിത്രതയും ഒക്കെ കാത്തു സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആൾക്കാരെ ഒന്നേ കയറ്റരുത്, അല്ലെങ്കിൽ മീഡിയക്കാരെ കയറ്റാതെ ഇരിക്കണം. കാരണം ഇവർ രണ്ടു കൂട്ടരോടെ കയറി കഴിയുമ്പോൾ ഇതൊരു പ്രഹസനമായി മാറും, ഫാഷൻ ഷോ ആയി മാറും. അങ്ങനെയാണ് സംഭവം. അവിടെ ആ ഭക്തിയും അല്ലെ അതൊക്കെ അങ്ങ് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. അതിന് അമ്പലംകാർ തന്നെ ഇതിപ്പോൾ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ അമ്പലമായിട്ടാണ് അറിയപ്പെടുന്നത്. കാരണം അത് അങ്ങനെ അങ്ങ് മാറിക്കൊണ്ടിരിക്കുക. പലരും കമന്റിലൊക്കെ രേഖപ്പെടുത്തുന്ന ഞങ്ങൾ അങ്ങനെയാണ് കരുതിയത് എന്നുള്ള രീതിക്കൊക്കെയാണ്. അപ്പൊ അത് അങ്ങനെയൊന്നുമല്ല. അത്രയും നല്ലൊരു ഐതിഹ്യമുള്ള ഒരു അമ്പലമാണ്. ആ അമ്പലത്തിൽ ഇവർ ചെന്ന് മീഡിയക്കാരോട് കൂടി ചെന്ന് കൊളാക്കി ഇപ്പൊ ഈ പരുവത്തിലാക്കി തീർത്താണ്. അപ്പൊ അത് അതിന്റെ കാര്യഗൗരവത്തിൽ അമ്പലംകാരെടുക്കുക. അല്ലാതെ അമ്പലത്തിൽ ഇവർ വന്നതിന് ശേഷം ഇവരുമായിട്ട് അവിടെ കിടന്ന് വഴക്കുണ്ടാക്കുന്നതിൽ ഒരു കാര്യമില്ല. ഇനി അടുത്ത വർഷമൊക്കെ ഇവരെ കയറ്റി വിടുമ്പോൾ അത് ശ്രദ്ധിക്കുക. മീഡിയക്കാരെയൊക്കെ അധികം കയറ്റാതെ ഇനി ഇവര് വന്നെടുക്കുന്നുണ്ട് അതേപോലെ ആ ഭക്തിക്കുള്ളിൽ നിന്നുള്ള അതൊക്കെ നോക്കിയിട്ട് ചെയ്യുക. അല്ലാതെ അവിടെ കിടന്നിങ്ങനെ ഈ വഴക്കുണ്ടാക്കിയിട്ട് അതൊരു വലിയൊരു വിഷയമാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴിയാരിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.